ആ ഇനി CH മുഹമ്മദ് കോയമ്മ സ്മാരക മാതിരി വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് ഡിസ്ട്രിക്ട് സെഷൻ കോർട്ട് തലശ്ശേരി ഇന്ന് മറുപടി വന്നതാണ്. ഇറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ് കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ കോർട്ട് കോംപ്ലക്സ് അറ്റ് പയ്യന്നൂർ നോട്ട് കംപ്ലീറ്റഡ്, ഹാൻസ് നോ ആക്ഷൻ പോസിബിൾ. ഇത് ശരിക്കും അയക്കുന്നത് ഡിസ്ട്രിക്റ്റിലെ ജഡ്ജല്ല, അവിടെ ഇരിക്കുന്ന ഇതിൻ്റെ താഴത്ത് കണ്ട സെപ്റ്റംബർ 22 2025 21:43 മിനിറ്റിൽ ഇന്ത്യൻ സിറ്റീസിന് ഇമെയിൽ അയച്ചതാണ്. അതിൻ്റെ തെളിവോട് കൂടിയാണ്. എന്നിട്ട് ഇന്ന് വിളിച്ചിട്ട് ഇവരെന്താക്കി മറുപടി അയച്ചത് അവിടുത്തെ ക്ലർക്കുകളാണ്. കാരണം പറയാനുള്ളത് നല്ല ശരിക്ക് നോക്കണം. ഇതാണ് പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതി. ഇത് സബ് കോടതിയാണ്. സബ് കോടതിൻ്റെ അകത്താണ് ഇപ്പം പയ്യന്നൂർ മജിസ്ട്രേറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുണ്ട്, സബ് മജിസ്ട്രേറ്റ് ഉണ്ട്, അങ്ങനെ പല മജിസ്ട്രേറ്റുകളും ഉണ്ട്. പക്ഷേ സബ് കോർട്ടിൻ്റെ ഇത് സ്പേസിലാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് വേണ്ടിയിട്ട് പഴയ ബിൽഡിങ് പൊളിച്ചുകൊണ്ട് ആ സ്ഥാനത്താണോ മറ്റേ സ്ഥാനത്താണോ നിങ്ങൾ പയ്യന്നൂർ പോയി കഴിഞ്ഞാൽ പുതിയ വലിയൊരു CH മുഹമ്മദ് കോയ സ്മാരകം നിൽക്കുന്ന മാതിരി പുതിയൊരു കോടതി സമുച്ചയം ഉണ്ടാകും. ആ സമുച്ചയം കൊടുക്കാണ്ടാണ് പയ്യന്നൂർ നഗരസഭയും അതിൻ്റെ പേപ്പറൊക്കെ ഉണ്ട്, അതിപ്പോൾ പറയാനായിട്ടില്ല. കാരണം ഇത് ജുഡീഷ്യറി ഇടപെട്ട കാര്യമാണ്. പക്ഷേ PSC വഴി പോകുന്ന കുറേ ആൾക്കാരുണ്ട് ജുഡീഷ്യറിൻ്റെ ഓഫീസിൽ. അപ്പോൾ അവരെന്താക്കി ആ ആഴ്ച എന്നിട്ട് ഇന്ന് വിളിച്ചാലോ തന്ന മറുപടിയാണ്. പക്ഷേ ഈ എല്ലാത്തിനും ഒരു കമ്മിറ്റി ഉണ്ടാവും. ഇപ്പോൾ മറ്റേ മരം മുറിക്കാൻ വേണ്ടിയിട്ട് ട്രീ കമ്മിറ്റി എന്ന് പറഞ്ഞ മാതിരി നമ്മളെ നാടിൻ്റെ ശാപമാണ് ഈ ഗ്രൂപ്പ് വർക്ക്. ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ടാണ് ഓരോ വർക്കും നടക്കേണ്ടത്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ആ പണി തീർത്തിട്ടില്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിനെ നമുക്ക് കറപ്ഷനിൽ പെടുത്താം. പക്ഷേ ട്രീ കമ്മിറ്റിയെല്ലാം വരുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പഞ്ചായത്ത് സെക്രട്ടറി, എഞ്ചിനീയർ, PWD ആൾക്കാർ, അങ്ങനെ പല ആളും കയറി വരുന്നുണ്ട്. അപ്പം പ്രശ്നം ഇത്രയേ ഉള്ളൂ. അവിടെയും ഒരു കെട്ടിടം കിടക്കുന്നുണ്ട്. പയ്യന്നൂർ പോന്നാക്കെല്ലാം അറിയാം. ഡിസ്ട്രിക്ട് സെഷൻ കോർട്ട് തലശ്ശേരിയിൽ നിന്ന് 22-ാം തീയതി അയച്ച മറുപടി ഇന്ന് വിളിച്ചിട്ട് ഇങ്ങനെ തന്ന്. അപ്പോൾ 049023410080 ഇമെയിൽ ID ഇല്ലെന്ന് വന്നതാണ്. വിളിച്ചിട്ട് ചോദിച്ചിട്ട് തന്നതാണ്. പിന്നെ ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. എന്തിനാ ഇങ്ങനെ അയച്ചെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇനിയും പണികളുണ്ട്. ആ ബിൽഡിങ്ങും മജിസ്ട്രേറ്റിന് കൊടുക്കുന്നില്ല. കാരണം മജിസ്ട്രേറ്റ് വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ട്. പയ്യന്നൊരു കേസില്ലാക്ക എല്ലാവർക്കും അറിയാം. അപ്പം വീണ്ടും റെവല്യൂഷൻ.